ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. വിയാൻ ഒരു ഓവർ തിങ്കർ ആണ് എന്ന് ഞാൻ ഇതിനു മുന്നേ ഉള്ള എൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്ന് കാണാനും ഇടയായി. ഒരു ചെറിയ കാര്യത്തെ വിയാൻ ഇത്രയും വലിയ പ്രശ്നമാക്കി മാറ്റേണ്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ പൻസാര ഇഷ്യൂ ആണ് ഞാൻ പറയുന്നത്. ദിവ്യയായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയെ പറയാൻ പോലും സമ്മതിക്കാതെ വിയാൻ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കണ്ട വിയാൻ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരിയിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അതിനെ ഊതിപ്പെരുപ്പിച്ച് അതിനെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കിടന്ന് കരയുക. ഇതാണ് വിയാന എന്ന് പറയുന്ന വ്യക്തി. ഒന്നും എന്താണ് തെറ്റാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഞാൻ വിയാനയിൽ കണ്ടിട്ടില്ല. സോ അതാണ് രാവിലെ സംഭവിച്ചത്. അതിനുശേഷം നോമിനേഷൻ ആയിരുന്നു. രമ്യയുടെയും സുഭിക്ഷേൻ്റെ നോമിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. രമ്യ ആണെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് മാറി കനീനെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അത് നല്ലൊരു സൈനാണ്. രമ്യ ഈ പാസമൊക്കെ വിട്ടിട്ട് ഒരു ഗെയിമിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് എനിക്ക് കാണാനിടയായത്. അതുപോലെ തന്നെ സുഭിക്ഷ പറയുന്ന കാര്യങ്ങളിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ കൂടാതെ ഒരു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നതേ ഇല്ല. പുള്ളിക്കാരീൻ്റെ സ്റ്റാൻഡ് എടുത്തു വെക്കുന്നു. പലരും അവിടെ ഒരു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസിൽ നോമിനേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശബരി ആയിക്കോട്ടെ, ഗാന വിനോദ് ആയിക്കോട്ടെ നോമിനേഷനിൽ ഇല്ലാതിരുന്നത്. സുഭിക്ഷ നോമിനേഷനിൽ വരാതിരുന്നത് പുള്ളിക്കാരീൻ്റെ ക്ലാരിറ്റി കൊണ്ടാണ്, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ നല്ലൊരു വ്യക്തത ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയും. സോ അതുകൊണ്ട് സുഭിക്ഷനെ വേണമെങ്കിൽ മാറ്റി നിർത്താം. പക്ഷേ ഈ ഗാന വിനോദ് ആയിക്കോട്ടെ, നമ്മുടെ ശബരി ആയിക്കോട്ടെ, ശരിക്കും പറഞ്ഞ നോമിനേഷനിൽ വരേണ്ടത് തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നടന്ന ക്യാപ്റ്റൻസി ടാസ്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ആദ്യം സുഭിക്ഷ പോകുന്നു, 21 മിനിറ്റും എത്രയോ സെക്കൻഡുകൾക്കുള്ളിൽ ആ ടാസ്ക് തീർക്കുന്നു. അതിനുശേഷം നമ്മുടെ കമ്മു പോകുന്നു. കമ്മു പോയിട്ട് 17 മിനിറ്റും എത്രയോ സെക്കൻഡുകളുള്ളിൽ തീർക്കുന്നു. അതിനുശേഷം FJ പോയിട്ട് 15 മിനിറ്റും എത്രയോ സെക്കൻഡുള്ളിൽ തീർത്തിട്ട് FJ വീണ്ടും ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇത് അടുപ്പിച്ച് ക്യാപ്റ്റൻ ആവുന്നതിൽ ഈ സീസണിലെ ഒരു ചരിത്രം തന്നെയാണത്. പിന്നെ വിജയ് സേതുപതി പറഞ്ഞ സർപ്രൈസ് ഫാക്ടറാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അതെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരുത്തരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുവരെ എന്ത് സംഭവിച്ചോ അതിൽ നിന്ന് എന്ത് തിരുത്തി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന, അതായത് പച്ചയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഇന്നതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ വരെ എത്താം. ശരിക്കും പറഞ്ഞ ഒരു ഗെയിം ചേഞ്ചറായി മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള പോരായ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായി ഗെയിം കളിക്കുന്നവർ ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസസ് ആർ ഹൈ, കൂടുതൽ തന്നെയാണ്. പിന്നെ അത്ര നല്ല രീതിയിൽ ഗെയിം കളിക്കാത്തവർക്ക് ഇതൊരു മോട്ടിവേഷനും കൂടി ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു അനന്തര ഫലം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഒറ്റയ്ക്ക് ഗെയിം കളിക്കുക എന്നതാണ്. ഒരു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒറ്റയ്ക്കായിട്ട്, ഇപ്പോൾ കനീനോടൊക്കെ പറയുന്നുണ്ട്, കനീൻ്റെ സിസ്റ്റർ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളാണ് എൻ്റെ ചേച്ചി, അത് പിന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് മതി, ബാക്കി ആർക്കും വേണ്ട, നിങ്ങളവിടെ ഗെയിം കളിക്കാനാണ് പോയിട്ടുള്ളത്, നിങ്ങൾക്കാണ് കപ്പ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ ഈ പാസം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഗെയിം കളിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. സോ ഇത് തന്നെയാണ് ഏകദേശം എല്ലാവരോടും പറഞ്ഞൊരു രത്ന ചുരുക്കം. പക്ഷേ വിക്കൽസിൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ആ ഒരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാനിപ്പോൾ പറയാം. ഉണക്ക് കിടക്കാത്ത ഒരു വിഷയം കിടക്കണോണ, നീ പണ്ണാത്ത ഒരു വിഷയം പണ്ഡിത ആകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇതുവരെ കിട്ടാത്ത ഒരു കാര്യം കിട്ടണമെങ്കിൽ നീ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്നതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലൈഫിലും ആപ്ലിക്കബിൾ ആണ്. കാര്യം നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ സഞ്ചരിക്കാത്ത പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അവിടെ സഞ്ചരിച്ച് നമ്മൾ മുന്നോട്ട് പോയി നമ്മുടെ ലക്ഷ്യം കൈവരിക്കുക എന്നതാണ്. ഈ ബിഗ് ബോസ് കാണുമ്പോൾ നമ്മളെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്ത് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു പ്യൂരിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെ. സോ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്കും എടുക്കാൻ ശ്രമിക്കുക എന്നതാണ് നിങ്ങളായ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഈ ഒരു സർപ്രൈസിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുക എന്നതാണ്. പക്ഷേ എല്ലാവരും കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാവരുമായിട്ട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നത്? സോ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, ഇവരെല്ലാവരോടും ഡിസ്കസ് ചെയ്തപ്പം അവിടെ തന്നെ കല മുടക്കുന്നതായിട്ടാണ്. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ളത് ഇനി വരുന്നുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം. സോ ഇത്രയുള്ള റിവ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.